കിഷ്കിന്ധയിലെ രാജാവായ ബാലി, എതിരാളിയുടെ കരുത്തിന്റെ പകുതി സ്വന്തമാക്കാൻ കഴിയുന്ന അപൂർവമായ വരം ലഭിച്ചവൻ. ഈയൊരു വരം കാരണമാണ് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളിയായ ശ്രീരാമനു പോലും ബാലിയുടെ മുന്നിൽ നേരിട്ട് വരാൻ കഴിയാതെ പോയത്. മുന്നിൽ നിൽക്കുന്ന ശത്രു എത്ര ശക്തനായാലും അവന്റെ പകുതി ബലം ബാലിയുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തും. അതായത്, ലോകത്തെ വെല്ലാൻ ശക്തിയുള്ള രാവണൻ പോലും ബാലിയുടെ മുന്നിൽ വെറുമൊരു നിസ്സാരനായി മാറിപ്പോയത് ഈ വരം കൊണ്ടായിരുന്നു. രാവണനെ തന്റെ കക്ഷത്തിലിരുത്തി ലോകം മുഴുവൻ ബാലി കറങ്ങിയത് ചരിത്രം. രാമൻ ബാലിയെ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷ്മണൻ പോലും അതിശയിച്ചു പോയിട്ടുണ്ടാകണം. പ്രപഞ്ചനാഥനായ രാമന് എന്തിനാണ് ഒളിച്ചിരുന്ന് അമ്പെയ്യേണ്ടി വന്നത്? കാരണം ലളിതമായിരുന്നു. ബാലിയുടെ മുന്നിൽ രാമൻ എത്തിയിരുന്നെങ്കിൽ രാമന്റെ പകുതി കരുത്ത് ബാലിക്ക് ലഭിക്കുമായിരുന്നു. അത് പ്രകൃതിയുടെ നിയമമാണ്. അനന്തമായ ശക്തിയുള്ള രാമന്റെ പകുതി കരുത്ത് ഒരു അസുരശക്തിക്ക് ലഭിച്ചാൽ ഈ പ്രപഞ്ചത്തിന് അത് താങ്ങാനാവില്ലായിരുന്നു. ധർമ്മസംരക്ഷണത്തിനായി ഭഗവാന് പോലും തന്റെ നേർവഴി ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു മരത്തിന് പിന്നിലൊളിച്ചിരുന്ന് ബാലിക്ക് നേരെ അമ്പു തൊടുക്കുമ്പോൾ രാമൻ ലക്ഷ്യമിട്ടത് ബാലിയെ മാത്രമല്ല, അഹങ്കാരത്തിനുമേൽ നീതിയുടെ വിജയത്തെക്കൂടിയായിരുന്നു. മരണം കാത്തുകിടക്കുമ്പോൾ ബാലി ചോദിച്ച ചോദ്യത്തിനു മുന്നിൽ രാമൻ നൽകിയ മറുപടി ഇന്നും പ്രസക്തമാണ്. അധർമ്മം ചെയ്യുന്നവനെ വീഴ്ത്താൻ ഏതു വഴിയും ധർമ്മമാണ്. ചിന്തിച്ചു നോക്കൂ. സ്വന്തം ശക്തിയിൽ അമിതമായി വിശ്വസിച്ച ബാലിക്ക് തന്റെ നാശം എവിടെ നിന്നാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ മുന്നിൽ നിൽക്കുന്നവനല്ല, മറിച്ച് താൻ അജേയനാണെന്ന അവന്റെ തോന്നൽ തന്നെയാണ്.